നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വല്ലാത്ത വിസ്മയങ്ങളാണിപ്പോൾ നമുക്ക് ചുറ്റും. എല്ലാറ്റിനും ഒടുവിലിതാ കൊട്ടാരക്കരയിലെ പഴയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ BJP റാഞ്ചിയെടുത്തു. മഹിളാ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന R. രശ്മിയെയാണ് BJP ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. CPM വിട്ട് കോൺഗ്രസിലെത്തിയ ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രശ്മി ഇപ്പോൾ കോൺഗ്രസ് വിട്ടത്. 2021 അന്ന് ബാലഗോപാലിനെ നേരിട്ട രശ്മി ഇക്കുറിയും കൊട്ടാരക്കര സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായി രശ്മിക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ സാമ്പത്തിക ബാധ്യത കോൺഗ്രസ് നികത്തണമെന്ന് രശ്മി പറഞ്ഞു. എങ്കിൽ ഐഷ പോറ്റി വന്നോട്ടെ, തനിക്ക് കുഴപ്പമില്ല. തൻ്റെ സാമ്പത്തിക ബാധ്യത പാർട്ടി പരിഹരിക്കുകയും ഇക്കുറി ഏതെങ്കിലും ഒരു ബോർഡോ കോർപ്പറേഷനോ തനിക്ക് നൽകുകയും ചെയ്യണമെന്നാണ് രശ്മി ശഠിച്ചത്. എന്നാൽ ഐഷ പോറ്റിയെ കിട്ടിയതോടെ കോൺഗ്രസിൻ്റെ നിറം മാറി. രശ്മിയെ തേച്ചൊട്ടിച്ചു. തൊട്ടു പിന്നാലെ രശ്മി നേരെ BJPയിലേക്ക്. ഇത് UDFനും കോൺഗ്രസിനുമൊക്കെ വലിയ ക്ഷീണം ചെയ്യും. കൊട്ടാരക്കരയിൽ 15 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗം, അതിൽ 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നീട് 15 വർഷം MLA. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഒഴുക്കിയ വിയർപ്പിലാണ് ഐഷ പോറ്റിക്ക് ഇത്തരം നേട്ടങ്ങൾ ലഭിച്ചത്. MLA സ്ഥാനം നഷ്ടപ്പെട്ടതിന് തൊട്ടു പിന്നാലെ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഐഷ പോറ്റി വിടവാങ്ങൽ പ്രസംഗമൊക്കെ നടത്തി. എനിക്ക് റിട്ടയർമെൻറ്റ് വേണം, വക്കീൽ പണിയിലേക്ക് മടങ്ങുന്നു എന്നാണ് ഐഷ പോറ്റി അന്ന് പ്രഖ്യാപിച്ചത്. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷ തിമിർപ്പിനിടയിൽ UDF നേതാക്കൾ ഐഷ പോറ്റി തങ്ങളുടെ വേദിയിലേക്ക് കടന്നു വരുന്നത് കണ്ടു. ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിലേക്കായിരുന്നു ഐഷ പോറ്റിയുടെ കടന്നുവരവ്. എന്നാൽ ഐഷ പോറ്റിക്ക് കൊട്ടാരക്കര സീറ്റ് കോൺഗ്രസ് നേതാക്കൾ വാഗ്ദാനം ചെയ്തതിനു പിന്നാലെയായിരുന്നു ഐഷ പോറ്റിയുടെ ഈ കടന്നുവരവ്. CPM ചില വാഗ്ദാനങ്ങളൊക്കെ ഐഷ പോറ്റിക്ക് നൽകിയിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമാണ് ഐഷ പോറ്റി ആഗ്രഹിച്ചത്. എന്നാൽ ശബരിമലയിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്നു കത്തുകയും തുടർന്നൊരു രാഷ്ട്രീയ പോസ്റ്റ് അസാധ്യമാവുകയും ചെയ്തപ്പോൾ നിസ്സഹായതയോടെ പാർട്ടിക്ക് ഐഷ പോറ്റിയുടെ മുന്നിൽ അത്തരമൊരു നിർവാഹമില്ല എന്ന് പറയേണ്ടി വന്നു. സീറ്റ് വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് ഐഷ പോറ്റിയെ UDF ഒപ്പം ചേർത്തു. അങ്ങനെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് പിന്നാലെ കയ്യിലുണ്ടായിരുന്ന രശ്മിയെ നഷ്ടപ്പെട്ടു. വല്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. ഇപ്പോഴിതാ കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു മുഖ്യ ചോദ്യം, VD സതീശൻ പറഞ്ഞ വിസ്മയം എന്താണ്? ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമൊക്കെ UDFിലേക്ക് മടങ്ങി വന്നിരുന്നു എങ്കിൽ അതൊരു വലിയ വിസ്മയമാക്കുമായിരുന്നു. എന്നാൽ ജോസ് കെ മാണിക്ക് പകരം UDFനും കോൺഗ്രസിനുമൊക്കെ കിട്ടിയത് നമ്മുടെ കാട്ടാക്കട പ്രേംകുമാറിനെയും ചേർത്തല ജയനെയും പോലെയുള്ളവരെ. മലമ്പുഴയിൽ സുരേഷിനെ അവതരിപ്പിച്ചുകൊണ്ട് വൻ വിസ്മയമൊരുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആവേശം കാണുമ്പോൾ ജനം മൂക്കത്ത് വിരൽ വയ്ക്കുന്നു. മലമ്പുഴയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയിലാണ്. ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കി പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച പാവം പ്രവർത്തകരെ വഴിയാധാരമാക്കി എന്തിനാണ് ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നവരെ വലിയ സ്വീകരണം നൽകി സ്ഥാനാർത്ഥികളാക്കുന്നത് എന്ന് സാധാരണ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ ചോദിക്കുമ്പോൾ അതിനുത്തരമില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് KC വേണുഗോപാലാണ്. ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തലത്തിൽ KC വളർന്നു കഴിഞ്ഞു. വിസ്മയമെന്ന വാക്ക് മുൻപ് കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും പ്രയോഗിച്ചത് BJP തന്നെ. സെൻകുമാറിനെയും ജേക്കബ് തോമസിനെയും ശ്രീലേഖയെയും ഒക്കെ ഇറക്കി BJP പലവട്ടം വിസ്മയങ്ങൾക്ക് ശ്രമിച്ചു. എല്ലാറ്റിനുമൊടുവിൽ സാക്ഷാൽ ശ്രീധരനെ പാലക്കാട് ഇറക്കി മറ്റൊരു വിസ്മയത്തിനും BJPയുടെ ശ്രമം. അൽഫോൺസ് കണ്ണന്താനവും അനിൽ ആന്റണിയും പത്മജയും ഒക്കെ BJP ഒരുക്കിയ വിസ്മയങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ വിസ്മയം BJP നേതാക്കൾക്ക് മാത്രം. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഇതൊട്ടും വിസ്മയമായി അനുഭവപ്പെട്ടില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് BJPക്ക് മറ്റൊരു വിസ്മയത്തെ കൂടി കിട്ടി. കോട്ടയത്തുള്ള സാക്ഷാൽ റെജി ലൂക്കോസിനെ. മണിക്കൂറുകൾ മാത്രമായിരുന്നു ആ വിസ്മയം നീണ്ടുനിന്നത്, അതും BJP നേതാക്കൾക്കിടയിൽ. റെജി ലൂക്കോസും ഇപ്പോൾ വാർത്തകളിലില്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് വിസ്മയം എന്ന വാക്ക് തന്നെ വലിയ അരോചകമാണ്. എന്നാൽ മറുവശത്ത് സതീശൻ ഇപ്പോഴും ആവർത്തിക്കുന്നത് വിസ്മയമെന്ന ഒടുക്കത്തെ പ്രയോഗം. കോൺഗ്രസിൻ്റെ പുതുയുഗ യാത്രയിൽ പല വിസ്മയങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് സതീശൻ പലവട്ടം പറഞ്ഞു. ഇതുവരെ നമ്മൾ കണ്ട വിസ്മയങ്ങളിൽ ചിലത് PV അൻവറും
മലമ്പുഴയിലെ സുരേഷുമൊക്കെ മാത്രം. ഇതിനിടയിൽ BJPയിൽ നിന്ന് തെറിച്ചു വീണ ഒരു വിസ്മയത്തെ കോൺഗ്രസ് പെറുക്കിയെടുത്തു സന്ദീപ് വാര്യർ. അതുകൊണ്ട് വലിയ കാര്യമൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയില്ല. VD സതീശൻ്റെ യാത്ര അനന്തപുരിയിൽ എത്തുന്നതിന് മുൻപ് ഇനി പല വിസ്മയങ്ങളും കാണേണ്ടി വരുമോ എന്ന പേടിയിലാണ് സാധാരണ ജനങ്ങൾ. സതീശൻ്റെ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ KPCCയുടെ കോലായിൽ ചിലർ കിടപ്പുണ്ട്. കാട്ടാക്കട പ്രേംകുമാറും ചേർത്തല ജയനുമൊക്കെ. അവർക്കൊക്കെ ചില സീറ്റുകൾ വീതം വെച്ച് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സതീശൻ ഏറ്റെടുക്കുമോ, അതോ അവർക്ക് പ്രതീക്ഷ നൽകിയ KC ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുമോ? ജോസ് കെ മാണിയെ അടർത്തിയെടുത്ത് മാറ്റാൻ ശ്രമിച്ച UDFും അതിനനുവദിക്കാത്ത പിണറായി വിജയനും. ഇതിൽ നിന്ന് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ കോൺഗ്രസ് ഇനി കരുക്കൾ നീക്കണം. ഉള്ളവരെ കളഞ്ഞ് എന്തു വിസ്മയത്തിന് പിന്നാലെയാണ് സതീശനും കോൺഗ്രസുമൊക്കെ പായുന്നത്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് വലിയൊരു വിഭാഗം നേതാക്കളെ വാർത്തെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ഓർമ്മ കോൺഗ്രസിനുണ്ടായാൽ നല്ലത്. ചെറ്റക്കുടിലിൽ നിന്ന് കടന്നു വന്ന കൊടിക്കുന്നിൽ സുരേഷും സാധാരണ കുടുംബത്തിൽ നിന്ന് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വളർന്ന രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ കൃത്യമായ മാതൃകകൾ തന്നെ. എന്നാൽ ഇത്തരം ആളുകളെ കണ്ടുപിടിച്ച് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയും കരുണാകരനുമൊന്നും ഇന്നില്ല. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഇപ്പോൾ നേരിട്ടുള്ള നിയമനങ്ങളാണ് KC വേണുഗോപാൽ നടത്തുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. UDFിന് വലിയ തരംഗമുണ്ട് കേരളത്തിൽ എന്ന് UDF നേതാക്കൾ ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം ആത്മവിശ്വാസക്കുറവ്? കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി വലിയ ബാധ്യതയാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്നു. പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിച്ചു കയറ്റിക്കൊണ്ടുവരുന്ന ഈ സ്ഥാനാർത്ഥികൾ തന്നെയാവും അവർക്ക് വിനയാകുന്നതും. സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കിയാൽ മാത്രമേ UDFിന് ഈ വിസ്മയങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.